കാന്ത ഇന്ന് പുറത്തിറങ്ങിയ ദുൽഖർ സൽമാന്റെ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡ്യൂക്കിന്റെ ഒരു പെർഫോമൻസ് അത് കാണുന്നവർക്ക് കാണാം. സിനിമ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ലാഗ് തോന്നിക്കുന്നുണ്ടെങ്കിലും പെർഫോമൻസ് കാണണമെങ്കിൽ അതിനായിട്ട് പോവാം. ഡ്യൂക്ക് ആയാലും റാണ ആയാലും സമുദ്രക്കൻ അങ്ങനെ ഇതിൽ ചെയ്ത് വെച്ചിരിക്കുന്ന റോൾ അടിപൊളി. അതേപോലെ റാണന്റെ റോള് ഒരു അടിപൊളി ക്യാരക്ടറായിരുന്നു. ചിലർക്കൊക്കെ തോന്നും റാണന്റെ റോള് കുറച്ച് ഓവർ അല്ലേന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റോൾ. ഒരു പ്രത്യേക ക്യാരക്ടർ വൈബിലൂടെ പോകുന്ന ഒരു കക്ഷി. കഥയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ പഴയ 90s കാലത്തൊരു സിനിമ ആ ഒരു പിടുത്തം എങ്ങനെ ഈഗോസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ, ഭയങ്കര ഹൈപ്പിൽ നിൽക്കണ ഒരു നായകൻ്റെ ഈഗോ, അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ന്യൂ നായിക, പല മൂവിയിൽ നമ്മൾ കണ്ടു മറന്നാണെങ്കിലും ആ ഒരു മടുപ്പ് തോന്നിപ്പിക്കാത്ത രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയാവുന്ന ഡയറക്ടർ എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി, 90s കാലഘട്ടത്തിൽ ഓരോ ഷോട്ട്സ് എന്ന് വെച്ചാൽ നായകൻ്റെ ഒക്കെ ഫേസ് ക്ലോസപ്പ് ഒക്കെ കൊടുത്ത് ആ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണിത്. സെക്കൻഡ് ഹാഫിക്കൊക്കെ വരുമ്പോൾ നമ്മളെ ഈ പഴയ ഷെർലോക്ക് ടോംസ് സിനിമ അതൊക്കെ കണ്ടൊരു ഫീൽ, അങ്ങനത്തെ ഒരു സ്റ്റോറിയിലൂടെ സെക്കൻഡ് ഹാഫ് എടുത്തു പോയിട്ടുണ്ട്. പിന്നെ ക്ലൈമാക്സിൽ ഡ്യൂക്കിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്, അത് കാണണം. ഈ ഒരു കണ്ണാടിൻ്റെ മുന്നിലൊക്കെ നിന്നിട്ടുള്ള ഒരു പെർഫോമൻസ്. പല സീനിൽ നമുക്ക് ഡ്യൂക്കിൻ്റെ പെർഫോമൻസ് ഒക്കെ ആദ്യമൊക്കെ തമാശയായി തോന്നും, കുറച്ചൊക്കെ തമാശയായി തോന്നിയെങ്കിലും 90s കാലഘട്ടമായതുകൊണ്ട് അത് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ലാസ്റ്റ് ഗ്ലാസിൻ്റെ മുന്നിൽ നിന്നിട്ടുള്ള പെർഫോമൻസ് ഉണ്ട്, മാർവലസ്, എടുത്ത് പറയാലോ, അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയിട്ട് തന്നെ ഈ പടം കാണുക. വളരെ നീറ്റായിട്ട് എടുത്ത് വെച്ചിരിക്കണം, അടിപൊളി ഡ്രാമാറ്റിക് ത്രില്ലർ, ഒന്നും പറയാനില്ല. പെർഫോമൻസ് സൈഡാണെങ്കിലും എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പെർഫോമൻസ് ആയാലും കഥയായാലും ഡയറക്ടറായാലും ചെറിയൊരു ലാഗിൻ്റെ എടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അടിപൊളി പടം. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ സിൻസിയറായിട്ടുള്ള അഭിപ്രായം കമൻ്റായിട്ട് പറയാം. അതേമാതിരി തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാം.